ഫ്രണ്ട്സേ നമസ്കാരം, എല്ലാവർക്കും സുഖമല്ലേ? ഇന്നിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കടായി കൊത്ത് പൊറോട്ടയാണ്. കടായി കൊത്ത് പൊറോട്ട എന്ന് എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. കൊത്ത് പൊറോട്ട എന്ന് പറയുന്നത് നമ്മൾ സാധാരണ തവകളിൽ നമ്മൾ സ്ലൈസർ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് വെച്ചോ കൊത്തി 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 എടുക്കുന്നതാണ് പ്രോപ്പർലി ഉള്ളൊരു സതേൺ സൈഡിൽ തമിഴ് റെസിപ്പിയാണ് ആക്ച്വലി കൊത്ത് പൊറോട്ട ഉണ്ടാകുന്ന ഒരു രീതി. നമ്മളിപ്പം ആ ഒരു സംഭവം ചെയ്യുന്നതിന് പകരം നമ്മൾ ശരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കടായി കൊത്തെന്ന് പറയും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കടായി കൊത്താണ്. ആദ്യം മുട്ട ബീറ്റ് ചെയ്ത് നമ്മൾ ചൂടായ പാനിലേക്ക്, അതായത് കടായിലേക്ക് ഒഴിച്ച് മുട്ടയൊന്ന് ചിക്കിയെടുത്ത് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തിട്ടു. അതിനുശേഷം മിക്സ് വെജിറ്റബിൾ ഇട്ടു, നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിക്ക് ശേഷം അതിനകത്ത് കുറച്ച് കറിവേപ്പില, അതുപോലെ ക്യാരറ്റ്, ക്യാബേജ്, പിന്നെന്താ ഗ്രീൻ പെപ്പർ, അതായത് ക്യാപ്സിക്കം, ഓണിയൻ സ്ലൈസ്, ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ സാധാരണ മസാലപ്പൊടികൾ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്. അതിൽ ഞാനിപ്പോൾ ഇതിനകത്ത് ഈ മുളക് പൊടി 2 ടൈപ്പ് ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട്. ഒപ്പം അതിൻ്റെ കൂട്ടത്തിൽ സാധാരണ സ്പൈസി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്, കളറിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ ഒരു ചിക്കൻ കറിയുടെ ഗ്രേവി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഹോട്ടൽസിൽ സാധാരണ ചിക്കൻ കറി റെഡിമെയ്ഡ് ചെയ്ത് വെക്കുന്നുണ്ടാവും, അതിന് ഗ്രേവി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഒരു പക്ഷേ അതില്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ യെല്ലോ ഗ്രേവിയും കൂടെ ആഡ് ചെയ്ത് ചിക്കൻ്റെ സ്റ്റോക്കൊക്കെ ആഡ് ചെയ്ത്, നേരത്തെ കണ്ടില്ലേ അത് കണക്ക് അടിച്ച് വെച്ച 2 പൊറോട്ട, ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ 2 പൊറോട്ടയാണ്, നല്ല രീതിയിൽ ചോപ്പ് ചെയ്തിട്ട് ഈ കടായിക്കകത്തിട്ട് ഈ സ്ലൈസർ കൊണ്ട് അടിച്ച് ഇതേ കണക്ക് മല്ലിയിലേക്ക് തൂകി ടേസ്റ്റൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ട് നല്ല രീതിയിൽ പ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഗ്രീൻ സാലഡ്, കുറച്ച് തക്കാളി, ഗ്രീൻസ് ഒരു മിക്സ് സാലഡ് ആണെന്നുണ്ടെങ്കിലും സ്ലൈസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ സംഭവം ഗംഭീരമായിരിക്കും.